നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ദന്ത ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റാമം സ്വദേശി സൗമ്യയാണ് വീടിന്റെ ഉള്ളിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് സൗമ്യ വീട്ടിലെ മുകൾ നിലയിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം ഇവരുടെ ഭർത്താവ് ആദർശും ഇയാളുടെ അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആദർശിന്റെ അമ്മ കാലൊടിഞ്ഞ് വീട്ടിൽ കിടപ്പാണ്. ഇവർക്ക് കൂട്ടുകിടക്കുകയായിരുന്നു സൗമ്യ. താഴത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത്. 2 മണിയോടെ സൗമ്യയെ കാണാതായതിനെ തുടർന്ന് ആദർശിനെ ഫോണിൽ വിളിച്ചു അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുകൾ നിലയിൽ രക്തം വാർന്ന നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ഉടൻ നെയ്യാറ്റിൻകര മിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയായിരിക്കും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. 4 വർഷം മുൻപാണ് സൗമ്യയും ആദർശും വിവാഹിതരായത്. സൗമ്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. മരുന്ന് കഴിച്ചിരുന്നുവെന്നും അന്വേഷണം ആരംഭിച്ചുവെന്നും പോലീസ് പറഞ്ഞു. ഭർത്താവാണ് സൗമ്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. മക്കളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ദമ്പതികളെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 1 മണിക്ക് ശേഷം സൗമ്യയെ സമീപത്ത് കാണാതായതിനെ തുടർന്ന് ഭർത്തൃമാതാവ് അടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന അനൂപിനെ ഫോൺ വിളിച്ച് കാര്യം പറയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിലെ ബാത്റൂമിൽ കഴുത്തിലും കൈയിലും മുറിവേറ്റ നിലയിൽ സൗമ്യയെ കണ്ടെത്തിയത്. പഠനം പൂർത്തിയായെങ്കിലും ജോലി ലഭിക്കാത്തതിലും കുട്ടികൾ ഇല്ലാത്തതിലും വിഷാദത്തിലായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഭർത്താവ് അനൂപ് ടെക്നോ പാർക്ക് ജീവനക്കാരനാണ്. സമാനമായി മറ്റൊരു സംഭവം ചെന്നൈയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഡോക്ടറും അഭിഭാഷകയായ ഭാര്യയും കൗമാരക്കാരായ 2 മക്കളും അടങ്ങുന്ന കുടുംബത്തെ അണ്ണാനഗറിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡോക്ടർ ബാലമുരുകൻ, ഭാര്യ സുമതി, മക്കൾ ദസ്വന്ത്, ലിംഗേഷ് എന്നിവരാണ് മരിച്ചത്. ദമ്പതികളുടെ മൃതദേഹങ്ങൾ ഒരു മുറിയിലും മക്കളുടേത് മറ്റൊരു മുറിയിലുമായിരുന്നു. 5 കോടി രൂപയുടെ കടബാധ്യതയെ തുടർന്ന് ജീവൻ ഒടുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. അണ്ണാനഗറിൽ ഗോൾഡൻ സ്റ്റാർസ് എന്ന പേരിൽ സ്കാനിംഗ് കേന്ദ്രം നടത്തിയിരുന്ന ഡോക്ടർ ബാലമുരുകൻ 3 എണ്ണം കൂടി ആരംഭിക്കുന്നതിന് 5 കോടി രൂപ ബാങ്ക് വായ്പ എടുത്തിരുന്നു. എന്നാൽ വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ പലയിടങ്ങളിൽ നിന്നും വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങി. ഇതിന്റെ തിരിച്ചടവും മുടങ്ങിയതോടെ ഒട്ടേറെ പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തി പണം തിരിച്ചു ചോദിച്ചു. ഇന്നലെ രാവിലെയാണ് ദമ്പതികളെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ജീവന് കാവലാകേണ്ടവർ സ്വയം ജീവനൊടുക്കുകയോ? കുറച്ചു നാളുകളായി മനസ്സ് തെളിയുന്ന ചോദ്യമിതാവാം. രോഗങ്ങളെയും ചികിത്സാ മാർഗങ്ങളെയും കുറിച്ച് അറിവുള്ളവർ ചികിത്സ തേടാതെ എല്ലാം ഉള്ളിലൊതുക്കി സ്വയം അവസാനിപ്പിച്ചു പോകുമ്പോൾ ആതുര സേവന രംഗത്തെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് പൊതുസമൂഹം ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വയനാട് മേപ്പാടി ഡോക്ടർ ഫെലിസ് നസീറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയും ഇപ്പോഴത്തെ ദന്ത ഡോക്ടറായ സൗമ്യം ജീവനൊടുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് 21 ഡോക്ടർമാരാണ്. അതിൽ ഭൂരിഭാഗവും യുവാക്കൾ. ജോലി സമ്മർദ്ദത്തിനൊപ്പം കുടുംബത്തിലെ ജീവിതവും സാമൂഹിക ജീവിതത്തിലെയും പ്രശ്നങ്ങളുമാണ് ഡോക്ടർമാരെ കടുംകൈക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. മാനസിക സമ്മർദ്ദത്തിന് വൈദ്യസഹായം തേടുന്നതിൽ മുമ്പുണ്ടായിരുന്ന മടിയും ഭയവും ഇപ്പോൾ വളരെയേറെ മാറിയിട്ടുണ്ടെങ്കിലും സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ സഹായം തേടാതെ പോകുന്ന ഒട്ടേറെ പേർ ഇപ്പോഴുമുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ഡോക്ടർമാരാണെങ്കിലും തങ്ങൾ കടന്നുപോകുന്നത് വിഷാദ രോഗത്തിലൂടെയാണെന്ന് തിരിച്ചറിയാനാവാത്തവരുണ്ട്. ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നതിനുള്ള പ്രധാന കാരണവും ഇത്തരത്തിൽ വിഷാദം തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ്. MBBS പഠന സമയത്ത് ആകെ 2 ആഴ്ചയോളം മാത്രമേ സൈക്കാട്രി പോസ്റ്റിംഗ് വരുന്നുള്ളൂ. ഹൗസ് സർജൻസി കഴിയുമ്പോൾ 2 ആഴ്ച കൂടി സൈക്കാട്രി കിട്ടും. ആകെ 6 വർഷത്തെ കോഴ്സിന്റെ വെറും 1 മാസം മാത്രമാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് വിഷാദമാണെന്നോ അതേക്കുറിച്ച് സംസാരിക്കണമെന്നോ സഹായം തേടണമെന്നോ ചിലരെങ്കിലും അറിയാതെ പോകുന്നുണ്ടാകാം. നല്ല സഹപ്രവർത്തകർ, നല്ല അധ്യാപകർ, നല്ല കുടുംബാന്തരീക്ഷം, നല്ല ജോലിസ്ഥലം എന്നിവ ലഭിക്കുന്നവർക്ക് സമ്മർദ്ദ കാലഘട്ടത്തെ നന്നായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനാകും. എന്നാൽ ഇതൊന്നും കിട്ടാത്തവർക്ക് വിഷാദ രോഗമോ വ്യക്തി സ്വഭാവ വൈകല്യമോ അലട്ടുന്നവർക്കും അത്ര എളുപ്പം ഈ സാഹചര്യം കടന്നു പോകാനാകില്ല. മാനസിക സമ്മർദ്ദത്തിനും വിഷാദത്തിനും ചികിത്സ തേടി ഒരുപാട് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും ഇപ്പോഴെത്തുന്നുണ്ടെങ്കിലും ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുന്നവരുമുണ്ട്. ജോലിഭാരം കാരണമുള്ള സമയക്കുറവും ഇതിനൊരു കാരണമാണ്. PG പഠന സമയത്താണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത്. PG പ്രവേശന പരീക്ഷ തന്നെ വലിയൊരു കടമ്പയാണ്. PGക്ക് പ്രവേശനം ലഭിച്ചാൽ പഠനത്തിനൊപ്പം ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകണം. പ്രത്യേകിച്ചും സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലിഭാരം വളരെ അധികമായിരിക്കും. അതിനൊപ്പം നല്ലൊരു തൊഴിൽ, പഠനം, അന്തരീക്ഷം കൂടിയായിരുന്നെങ്കിൽ ഡോക്ടർമാർ സമ്മർദ്ദത്തിലാകുന്നത് പതിവാണ്. ഇതേ സമയത്തായിരിക്കും ഭൂരിഭാഗം പേരും വിവാഹിതരാകുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതിനൊപ്പം ചേരും. ഭർത്താവും ഭാര്യയും 2 സ്ഥലങ്ങളിലാകുന്നത്, കുഞ്ഞുങ്ങളുടെ പരിചരണം, സ്ത്രീധനം, കുഞ്ഞുങ്ങളില്ലാതെ പോവുക, സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം അലട്ടി തുടങ്ങും. ഇത്തരത്തിൽ അക്കാദമികമായും സാമ്പത്തികമായും വ്യക്തിപരമായും ഒരു ഡോക്ടർ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സമയമാണിതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 ഡോക്ടർമാരായിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നത്. എന്നാൽ സംസ്ഥാനത്തുടനീളം ഇക്കാലയളവിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഡോക്ടർമാരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്.
മരണക്കണക്കുകളെ പുറംലോകം അറിയുന്നുള്ളൂ. തീർച്ചയായും ഒരുപാട് സമ്മർദ്ദത്തിലൂടെയാണ് ഡോക്ടർമാർ കടന്നു പോകുന്നത്. മെഡിക്കൽ പ്രൊഫഷനിലെ ഒരാൾ അതിലേക്ക് എത്താൻ 8ാം ക്ലാസ് മുതലെങ്കിലും തയ്യാറെടുത്തു തുടങ്ങുന്നുണ്ട്. മെഡിക്കൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 4.5 വർഷത്തെ MBBS പഠനം, പിന്നീട് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ PGക്ക് 3 വർഷം, ഏതാണ്ട് 10 വർഷത്തിലേറെയുള്ള സമ്മർദ്ദം നിറഞ്ഞ പഠനകാലം പിന്നിട്ടാണ് ഒരു വ്യക്തി ഡോക്ടറാവുന്നത്. അവര് സമൂഹത്തിലുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. ഡോക്ടറായി കഴിഞ്ഞാൽ വലിയ സംഭവമാണെന്നാണ് ആളുകൾ കരുതുന്നത്. ആളുകളുടെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുകയാണ്. ജോലിയിലെ സംതൃപ്തി, തൊഴിൽ സാധ്യത, പ്ലേസ്മെന്റ്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയാണോ, പ്രതിഫലം എത്ര തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം നേടാൻ നമ്മുടെ യുവതലമുറ പ്രാപ്തരാണോ എന്നതിൽ സംശയമുണ്ട്. ചെറിയ കാര്യത്തിൽ പോലും തോൽവി അംഗീകരിക്കാനോ തോറ്റു വന്നാലോ ജയിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനോ ഉള്ള കഴിവ് പുതിയ തലമുറയ്ക്ക് കുറവാണ്. മറ്റൊരാളിന്റെ ജീവനാണ് നമ്മുടെ കയ്യിലെന്നതിനാൽ പല ഘട്ടങ്ങളിലും വെല്ലുവിളി നിറഞ്ഞതാണ് ഡോക്ടറുടെ ജീവിതം. അതിനെ നേരിടാൻ മാനസികമായോ ശാരീരികമായുള്ള ഒരു ട്രെയിനിങ്ങും ഡോക്ടർമാർക്ക് കിട്ടുന്നില്ല. ഉറപ്പായും ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നത് MBBS ഹൗസ് സർജൻസി PG കാലഘട്ടത്തിലാണ്. ഇത് കഴിഞ്ഞ് ഏകദേശം 35 വയസ്സിലാണ് ഒരു ഡോക്ടർ ജീവിതത്തിൽ സെറ്റിലാകുന്നത്. മറ്റൊരു പ്രൊഫഷനിലാണെങ്കിൽ 35 വയസ്സാകുമ്പോഴേക്കും സാമ്പത്തികമായി അല്പമെങ്കിലും സ്ഥിരത വന്നിട്ടുണ്ടാകും. അതെല്ലാം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. അതിനൊപ്പമാണ് ജോലിഭാരവും. ഇപ്പോൾ പഴയതിനേക്കാളും ആളുകൾ ഡിമാൻഡിംഗ് ആണ്. മുൻപാണെങ്കിൽ മെഡിക്കൽ സമൂഹത്തോട് ആളുകൾക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അക്ഷമരാണ്. എല്ലാവർക്കും പെട്ടെന്ന് പോകണം, ആദ്യം അവരെ പരിശോധിക്കണം എന്നൊരു മനസ്സാണ്. അത് ഡോക്ടറെയും ബാധിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ ജോലി സമ്മർദ്ദവും മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ IMA മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് സൈക്കാട്രിസ്റ്റിന്റെയും കൗൺസിലറുടെയും സഹായം ലഭിക്കും. 7065568258 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും ഡോക്ടർമാർക്ക് സഹായം തേടാം. മുൻപും മെന്റൽ ഹെൽത്ത് കമ്മിറ്റിയും കൗൺസിലിംഗും എല്ലാം ഉണ്ടെങ്കിലും പൂർണ്ണ സജ്ജമായ സംവിധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. സർക്കാർ തലത്തിലും സംവിധാനങ്ങളുണ്ടെങ്കിലും അതും പൂർണ്ണ തോതിലല്ല. സർക്കാരായാലും IMA ആയാലും കൃത്യമായ ആസൂത്രണത്തോടെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാനുള്ള പൂർണ്ണ സജ്ജമായ സംവിധാനങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ജോലിഭാരം കൂടുതലുള്ള ഇടങ്ങളാണ് പൊതുവെ ഇത്തരം ആത്മഹത്യകളും കൂടുതൽ നടക്കുന്നത്. പലപ്പോഴും ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത ഡോക്ടർമാരുണ്ട്. ശരിക്ക് ഉറങ്ങാനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സമയം കിട്ടാതെയോ വരുന്ന പിന്തുണയ്ക്കാൻ ചുറ്റും ആരുമില്ലാത്ത അവസ്ഥ. കുടുംബാംഗങ്ങളാണെങ്കിലും ഡോക്ടർമാരുടെ തിരക്കിന്റെ സ്വഭാവം മനസ്സിലാക്കി പിന്തുണയ്ക്കാതെ വരുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് തുറന്ന് സംസാരിക്കാനുള്ള സൗഹൃദങ്ങളില്ലാതെ വരുന്നതും ഈ കാലത്ത് വലിയൊരു പ്രശ്നമാണ്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള സ്റ്റിഗ്മ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടെങ്കിലും വലിയൊരു വിഭാഗം ആളുകളിലും അത് മാറി തുടങ്ങിയെന്നതാണ് തോന്നിയിട്ടുള്ളത്. ഡോക്ടർമാരായാലും മെഡിക്കൽ വിദ്യാർത്ഥികളായാലും ഒരുപാട് പേർ ചികിത്സ തേടി വരുന്നുണ്ട്. പലപ്പോഴും ദീർഘകാലം നീണ്ടു നിൽക്കാത്ത പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത്. വേണ്ടത്ര പിന്തുണ കുറവുള്ള അധികം സൗഹൃദങ്ങളില്ലാത്തവരാണ് ഇതിലധികവും. വിഷാദരോഗത്തിന് പ്രധാനമായും 9 ലക്ഷണങ്ങളാണുള്ളവ. 2 ആഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന വിഷാദം അല്ലെങ്കിൽ സങ്കടം, നേരത്തെ ആസ്വദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുള്ള താല്പര്യക്കുറവ്, അകാരണമായ ക്ഷീണം എന്നീ 3 ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇതിന് അനുബന്ധമായി ഉറക്കക്കുറവ്, ശ്രദ്ധയില്ലായ്മ, നെഗറ്റീവ് ചിന്തകൾ തുടങ്ങിയവയും ഉണ്ടാകും. 9 ലക്ഷണങ്ങളിൽ 5 ഉണ്ടെങ്കിൽ മാത്രമേ വിഷാദം എന്ന് പറയാനാകൂ. ഡോക്ടർമാരായാലും മറ്റുള്ളവരായാലും വിഷാദം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം. ചികിത്സ തേടുന്നതിൽ യാതൊരു പ്രയാസവും കാണിക്കേണ്ടതില്ല. മരുന്നുകളും തെറാപ്പികളും കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിഷാദം ചികിത്സിച്ചു മാറ്റാനാകും. ശരീരത്തിന് വരുന്ന അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നത് പോലെ തന്നെയാണ് മനസ്സിന്റെ കാര്യത്തിലുമെന്ന് തിരിച്ചറിയണം. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.